നമസ്കാരം. സൗത്ത് ആഫ്രിക്ക vs ഓസ്ട്രേലിയ സെക്കൻഡ് T20 അങ്ങനെ മനോഹരമായിട്ട് സൗത്ത് ആഫ്രിക്ക ജയിച്ചിരിക്കുകയാണ്. ഡെവാൾ ബ്രവീസിൻ്റെ ഒരു കൂറ്റൻ സെഞ്ചുറി, 125 റൺസാണ് അടിച്ചു കൂട്ടിയത്. അന്യായ ബാറ്റിംഗ്, ഒരു രക്ഷയില്ലാത്ത ബാറ്റിംഗ്. നമ്മുടെ AB de Villiers ബാറ്റിംഗ് ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അപാരമായിട്ടുള്ള സ്ട്രോക്ക് പ്ലേ. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബ്രവീസ് ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. സ്റ്റബ്സ് മാത്രം കുറച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്തെന്ന് പറയാം. അതിനകത്ത് സ്ട്രൈക്ക് റേറ്റ് നോക്കുവാണെങ്കിൽ അത്ര പോരാ. ബ്രവീസിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, ആ റോള് സ്റ്റബ്സ് നന്നായിട്ട് ചെയ്തു. പക്ഷേ ഒരു ഓപ്പണിംഗ് പെയർ നോക്കുവാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ടോപ്പ് ഓർഡർ, ബ്രവീസ് ഒഴികെയുള്ള ടോപ്പ് ഓർഡറും പിന്നീട് ഫിനിഷിങ്ങിലും വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നല്ല ഒരു സ്ട്രൈക്ക് റേറ്റുള്ള അടി സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് വന്നില്ല. എന്നിട്ട് പോലും 218 എന്ന് പറഞ്ഞൊരു കൂറ്റം സ്കോറിലേക്ക് എത്താനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചത് ബ്രവീസിൻ്റെ കിഡിലും ബാറ്റിംഗ് കൊണ്ട് മാത്രമാണോ? ബ്രവീസിൻ്റെ ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ AB de Villiers ഒരു ഓർമ്മ നമുക്ക് വരും. ആ ഫോളോ ത്രൂ ഒക്കെ കാണുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ആ മിഡോണിന് മോളിൽ അടിക്കുന്ന ഷോട്ട്സിൻ്റെയൊക്കെ ആ ഒരു ഫോളോ ത്രൂ, ബാറ്റ് ഫുൾ സ്വിങ്ങിൽ കറങ്ങി ബാക്കിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് കറക്റ്റ് AB de Villiers ഒരു ഷോട്ടിൻ്റെ ഒരു ഭംഗി നമുക്ക് ഈ ഷോട്ടിലും കാണാൻ പറ്റും. പക്ഷേ ഒരു പൂർണ്ണമായിട്ട് ആ ഒരു സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. സ്ട്രൈറ്റ് ഒക്കെ അടിക്കുന്ന ആ ഒരു നോ ലുക്ക് ഷോട്ടൊക്കെ ഉണ്ടല്ലോ, സ്ട്രൈറ്റ് അടിക്കുന്ന ആ സ്ട്രൈറ്റാണ് കൂടുതൽ റൺ അടിച്ചത്. ആ ഷോട്ടൊക്കെ അടിപൊളിയാണ്. അതിന് AB de Villiers ഒരു വലിയ സാമ്യതയൊന്നുമില്ല. ആ ഒരു ഫോളോ ത്രൂവിൻ്റെ ഒരു സാമ്യതയുണ്ട്, ആ ഷോട്ട് ഫുട് വർക്കിൻ്റെ ഒക്കെ ഒരു സാമ്യത ഉണ്ട് എന്നുള്ളത്. എല്ലാ ഷോട്ട്സും ഒരു 360 ഡിഗ്രി പ്ലെയർ എന്ന് പറയാറായിട്ടില്ല. അങ്ങനെയുള്ള ഷോട്ട്സ് ഒന്നും ഇന്ന് കളിച്ചതുമില്ല. കൂടുതൽ റണ്ണ് വന്നത് സ്ട്രൈറ്റും മിഡോണും ആ ഏരിയയിലൊക്കെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് കുറേ എഡ്ജ് വന്നു ബ്രവീസിൽ. അതായത് ഹേസൽവുഡൊക്കെ എറിഞ്ഞ ഓവറിൽ ഒരുപാട് എഡ്ജ് വന്നു. ഹേസൽവുഡ് നന്നായിട്ട് എറിഞ്ഞു, പക്ഷേ ഭാഗ്യം ബ്രവീസിനെ നന്നായിട്ട് തുണച്ചു. അതിനകത്ത് ഏറ്റവും വലുത് നമ്മുടെ മാക്സ്വെലിൻ്റെ ഓവറിൽ ഒരു ക്യാച്ച് ഓസ്ട്രേലിയ ഡ്രോപ്പ് ചെയ്ത്. കഴിഞ്ഞ ഫസ്റ്റ് T20 സൗത്ത് ആഫ്രിക്ക ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ടിം ഡേവിഡിൻ്റെ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ, അതേപോലെ തന്നെ ബ്രവീസിൻ്റെ 56 നിൽക്കുമ്പോൾ ഒരു ക്യാച്ച് മാക്സ്വെലിൻ്റെ ഓവറിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ഓസ്ട്രേലിയ. ആ ക്യാച്ചിന് വലിയ വില കൊടുക്കേണ്ടത്, കാരണം ബ്രവീസ് ഒഴിച്ച് നിർത്തിയാൽ വേറെ ആരും അത്ര ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ചില്ല. ഇതിനകത്ത് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം, വാണ്ടർ ഡസനെയൊക്കെ നമ്പർ 6 സൗത്ത് ആഫ്രിക്ക എന്തിനാ കളിപ്പിക്കാൻ എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്, അതും ODIയിൽ നന്നായിട്ട് കളിക്കുന്ന ബാറ്റ്സ്മാനാണ്. T20 വന്നിട്ട് ടോപ്പ് ഓർഡറിൽ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്പർ 6 വന്നിട്ട് കളിക്കുന്നത് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്കത് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. എന്തായാലും കഴിഞ്ഞ മാച്ചിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ടീം ഇപ്രാവശ്യം ഒരുപാട് ഓൾറൗണ്ടേഴ്സിനെ കളിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് അത്യാവശ്യം സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനെ കളിപ്പിക്കാനായിട്ടായിരിക്കണം ഈ ഒരു വാണ്ടർ ഡസനെ അവിടെ നമ്പർ 6 കളിപ്പിച്ചത്. അതുപോലെ തന്നെ ബോഷ് കഴിഞ്ഞ കളിയിൽ ഈ കളിയിൽ നന്നായിട്ട് കളിച്ചില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തു, സൂപ്പറായിട്ട് ബോൾ ചെയ്തു ബോഷ്. അതുപോലെ തന്നെ എൻഗീഡി സൂപ്പർ ബോളിംഗ് ആയിരുന്നു. എക്കോണമി നോക്കിക്കഴിഞ്ഞാൽ 6 താഴെയാണ് എൻഗീഡിയുടെ. 3.5 ഓവേഴ്സ്. ഇതിനകത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് പെർഫോമൻസ് ഉണ്ട് പ്രത്യേകിച്ച് എൻഗീഡി. അതുപോലെ മപ്പാക്ക നന്നായിട്ട് ബോൾ ചെയ്തു. കഴിഞ്ഞ കളിയിൽ 4 വിക്കറ്റ് ഇട്ടിരുന്നു, രണ്ടാം T20 3 വിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ വേണ്ട വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫീൽഡിംഗ് പെർഫോമൻസ് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തുനിന്ന് സൂപ്പറായിരുന്നു. ഒന്ന് ഗ്രീനിൻ്റെ ഒരു ക്യാച്ച് എടുത്തു, പീറ്റർ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ, സ്പിന്നർ, സൗത്ത് ആഫ്രിക്കയുടെ സ്പിന്നർ, സൂപ്പർ ക്യാച്ച് ആയിരുന്നു. ആ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്യാച്ച് അതെടുത്തു. പിന്നെ ബോഷിൻ്റെ ബോളിംഗ് പെർഫോമൻസ്, ബോഷ് സൂപ്പറായിട്ട് എക്കണോമിക്കലി ബോളിംഗ് ചെയ്തു. അതുപോലെ തന്നെ 3 വിക്കറ്റ് കിട്ടും. സോ ഒരു ഓൾറൗണ്ട് സൗത്ത് ആഫ്രിക്ക നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് തന്നെ പറയാം. അവരുടെ പ്ലെയേഴ്സ് എല്ലാം പെർഫോം ചെയ്തു. എങ്കിലും അവരുടെ ബാറ്റിംഗ് ഓർഡറിലൊന്നും അത്ര ഒരു കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി മുന്നോട്ട് തേർഡ് T20 വരുമ്പോൾ അത് എങ്ങനെ എഫക്റ്റീവ് എന്നറിയില്ല. കാരണം ഒരു T20 വേൾഡ് കപ്പിലേക്കൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ഒന്ന് പരീക്ഷിച്ച് ബെറ്ററായി വരാനായിരിക്കും സൗത്ത് ആഫ്രിക്ക ഇത് ചെയ്യുന്നത്. ഇതേ സെയിം സിറ്റുവേഷൻ ഓസ്ട്രേലിയക്കുണ്ട്. ഇന്ന് അലക്സ് കാരെയാണ് കളിച്ചത്, അതായത് ഇംഗ്ലീഷ് കളിച്ചില്ല ഇന്ന്. സോ അലക്സ് കാരെ ഒരു വിക്കറ്റ് കീപ്പർ വന്നിട്ട് നമ്പർ 6 നമ്പർ 7 ബാറ്റ് ചെയ്തത്. ഇന്നത്തെ ഒരു ഭീഷണിയായിട്ട് ഓസ്ട്രേലിയ ഭാഗത്തുനിന്ന് ബാറ്റിംഗ് തോന്നി ടിം ഡേവിഡ് മാത്രമേ ഉള്ളൂ. അന്യായ ഹിറ്റിംഗ്, ഒരു രക്ഷയില്ല. ടിം ഡേവിഡ് കഴിഞ്ഞ കളിയിൽ അടിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വിചാരിച്ചു ഈ കളി ഒറ്റയ്ക്ക് അടിച്ച് ജയിപ്പിക്കുമെന്ന്. എന്നെ ഹിറ്റിംഗ് ലെഗ് സൈഡിൽ ഒരു മിഡോണിൻ്റെ വെളിയിൽ കൂടെ ഒരു ഫ്ലാറ്റ് 6 ഒക്കെ അടിച്ച് അടി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടിച്ച് സ്റ്റേഡിയത്തിൻ്റെ വെളിയിലേക്ക് ഇട്ട് അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടി. ടിം ഡേവിഡ് വേറെ ലെവൽ പെർഫോമൻസ്. കഴിഞ്ഞ കളിയിലും വേറെ ലെവലായിരുന്നു, ഈ കളിയിലും വേറെ ലെവലായിരുന്നു. നിർഭാഗ്യവശാൽ റബാഡ ആ ഒരു വിക്കറ്റ് വളരെ ക്രൂഷ്യലാണ്. റബാഡ ടിം ഡേവിഡിൻ്റെ വിക്കറ്റ് ഇട്ടതും അതുപോലെ തന്നെ അലക്സ് കാരിയുടെ വിക്കറ്റ് ഇട്ടതും ക്രൂഷ്യലായി. ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് മാർക്കം രണ്ടാമത്തെ ഓവർ സ്പിൻ ബോളിംഗ് എറിഞ്ഞിട്ട് എടുത്തതും ക്രൂഷ്യലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് കറക്റ്റായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് എടുക്കാൻ പറ്റും, നല്ല ക്യാച്ചുകൾ എടുക്കാൻ പറ്റി. അതൊക്കെയാണ് സൗത്ത് ആഫ്രിക്കയുടെ വിജയത്തിൻ്റെ ഒരു ബേസിക് റീസൺ. ഈ ഒരു 2 ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു T20 വേൾഡ് കപ്പിലേക്ക് ഹെഡ് ചെയ്യുന്ന ഒരു ജേർണിയുടെ ഭാഗമായിട്ട് ഒരു ടീമിൽ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ബാറ്റിംഗ് ഒരു ഓർഡറൊന്നുമല്ല 2 ടീമിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അലക്സ് കാരി എന്ന് കളിച്ചാൽ ഇംഗ്ലീഷ് കളിച്ചില്ല. മാക്സ്വെലിനെ അവർ പല പൊസിഷനിൽ പരീക്ഷിക്കുന്നുണ്ട്. മാക്സ്വെലിന് ഇന്ന് നമ്പർ 4 നമ്പർ 5 ഇറങ്ങിയത്. കഴിഞ്ഞ കളിയിൽ കുറച്ചും കൂടെ താഴേക്കാണ് ഇറങ്ങിയത്.
മാക്സ്വെൽ എനിക്കൊന്ന് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങുന്നത് തന്നെ ആയിരിക്കും ഓസ്ട്രേലിയക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷേ ഗ്രീൻ ആൻഡ് ടിം ഡേവിഡ് അന്യ പെർഫോമൻസ് ആ മിഡിൽ ഓർഡറിൽ കൊടുക്കുന്നുണ്ട്. രണ്ട് ടീമിൻ്റെയും ഓപ്പണിങ് സെറ്റ് ആവുന്നുണ്ട്. ആ ഹെഡിൻ്റെ പെർഫോമൻസ് പഴയ പോലെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ റിക്കിൾട്ടൺ കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് അത്ര മെച്ചമല്ലായിരുന്നു. കഴിഞ്ഞ കളിയിലും അങ്ങനെ ഭയങ്കര ഒരു അറ്റാക്ക് വേണ്ട സമയത്ത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ആക്സിലറേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് റിക്കിൾട്ടൺ ഉണ്ടായിരുന്നു. മാർക്കിന് രണ്ട് കളിയിലും ഫോമായില്ല. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ടീമും ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ അടിപൊളി മാച്ചായിരുന്നു. പ്രത്യേകിച്ചും ബ്രവീസിൻ്റെ ഇന്നിങ്സ് സൂപ്പർ, നയന മനോഹരം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു ഷോട്ട്സ് ഒക്കെ കാണാനായിട്ട്. പ്രത്യേകിച്ചും ആ സ്ട്രൈറ്റ് അടിച്ച 2-3 സിക്സുകൾ, നോ ലുക്ക് ഷോട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. ക്യാച്ച് എടുത്തിരുന്നുണ്ടെങ്കിൽ കഥ വേറെയാണ്, അത് വേറെ കാര്യം. പക്ഷേ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തുക. അതായത് സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് T20 സെഞ്ചുറി അടിക്കുന്നത്. അതുപോലെ തന്നെ ഡൂപ്ലീസിയുടെ ഏറ്റവും ടോപ്പ് സ്കോററും ഇപ്പോൾ ബ്രവീസ് തന്നെയാണ്. ഡൂപ്ലീസിയുടെ റെക്കോർഡ് ബ്രവീസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക നന്നായിട്ട് പെർഫോം ചെയ്തു. ഓസ്ട്രേലിയയും അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. കഴിഞ്ഞ കളിയിലും ഈ കളിയിലും മഴ പെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, കഴിഞ്ഞ കളിയിലെയും ഈ കളിയിലെയും ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമിൻ്റെയും ബാറ്റിംഗ് ഓർഡർ സെറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റായിട്ടില്ല. കഴിഞ്ഞ കളിയിൽ നോക്കുകയാണെങ്കിൽ ടിം ഡേവിഡിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഓസ്ട്രേലിയക്ക് വിൻ സമ്മാനിച്ചെന്നുണ്ടെങ്കിൽ ഈ മാച്ചിൽ ബ്രവീസിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വിൻ സമ്മാനിച്ചത്. അല്ലാതെ ഒരു കൂട്ടായ്മയുടെ ഒരു പരിശ്രമം ബാറ്റിംഗ് ഓർഡറിൽ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു പെർഫോമൻസ്, ആ ഒരു ഫ്ലോ അവർ രണ്ടുപേരും ബാറ്റിംഗ് ഓർഡറിൽ കണ്ടിട്ടില്ല. ബോളിംഗ് പെർഫോമൻസ്, അന്യായ ബോളിംഗ് പെർഫോമൻസ്. പ്രത്യേകിച്ച് ഇന്ന് എങ്കിടി നന്നായിട്ട് നല്ല എക്കണോമിക്കലായിട്ട് എറിഞ്ഞു. റബാഡ 2 മാച്ചിൽ നന്നായിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ മപ്പാക്ക നന്നായിട്ട് എറിയുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആസ് ഓൾവേസ് ഹേസൽവുഡ് സൂപ്പർ ബോളിംഗ് ആയിരുന്നു. സാമ്പ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ് ഇട്ട് സാമ്പയ്ക്കൊക്കെ നല്ല 2 അടി ബ്രവീസ് കൊടുത്തു, അത് വേറെ കാര്യം. എന്തായാലും ഒരു അടിപൊളി മാച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ചുരുക്കുകയാണ്. നല്ല മഴ വരുന്നുണ്ട്, നല്ല സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ചുരുക്കുകയാണ്. അപ്പോൾ അടുത്ത മാച്ചിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.